അവിടെ സൂക്ഷിച്ചു വേണം രേണുസുതിക്ക് പണ്ടൊക്കെ രജനീകാന്തിനെ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ രേണുസുതിന്റെ പടം കാണിക്കും. പെരേരനെ കൊണ്ട് റിവ്യൂ പറയിപ്പിച്ച കുറെ പേര് കാണുന്നു. വിവാദങ്ങളാണല്ലോ വേണ്ടത്. കോമാളിത്തരങ്ങൾ ഉണ്ടെങ്കിലാണ് അത് കേറുള്ളൂ. തെറി കേൾക്കും വേണം. ചൊള്ളയിലാണ്ട് കാര്യം നടക്കില്ല. മഴ വാസന്തി കിടപ്പാടി കിടക്കണേ കൊച്ചേട്ട പോലെ തിരിക്കി കണ്ടിട്ടില്ലേ സങ്കടം വരും. ചില കമന്റോ കാര്യങ്ങളോ ഇതൊക്കെ പറയുമ്പോ ഒന്നും ആയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. ഉള്ളിൽ നോക്കിയപ്പോ ഞാൻ എല്ലായിടത്തും സ്റ്റിക്കർ ഔട്ട് ചെയ്യുക. എന്റെ സന്നിക്ക് ചെറിയ പണിഷ്മെന്റ് കിട്ടി. ഹായ് ഹലോ, ദിസ് ഇസ് സൂരജ് ഹിയർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എക്സ്പോസ് മീഡിയ. സോ ഇന്ന് എക്സ്പോസ് മീഡിയയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഗസ്റ്റ് ആണ്. ഒരുപാട് വിവാദങ്ങളിൽ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കുറേ കാര്യങ്ങളെ ചിരിപ്പിക്കുന്ന ഒരു അതിഥിയാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം അഭിലാഷ്. മറ്റേ സുഖാണോ? സോ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ, നമ്മള് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് റീൽസിൽ കണ്ടു കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അഭിലാഷേട്ടന് ഏത് ഇന്റർവ്യൂവിൽ പോയിരുന്നാലും വ്യൂസ് കയറും. കാരണം ബാക്ക് ടു ബാക്ക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തമാശയായിട്ട് നമുക്ക് ഇൻസ്റ്റയിലും നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കാണാൻ പറ്റും. വിവാദങ്ങളാണല്ലോ വേണ്ടത്. ഇത് എങ്ങനെയാണ് ആക്ച്വലി ഇങ്ങനെ ഒരു വിവാദത്തിലോട്ടൊക്കെ വന്ന് പിന്നെ ഓക്കെ ഫേസ്ബുക്ക് തുടങ്ങാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് എടുത്ത് തുടങ്ങാം. ഈ ഒരു ഐഡിയ എപ്പോഴാണ് ആക്ച്വലി വന്നു തുടങ്ങിയത്? ഫേസ്ബുക്ക് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. കാരണം കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക്. നെഗറ്റീവും പോസിറ്റീവും ഉണ്ടല്ലോ, രണ്ടു വശം ഉണ്ടല്ലോ. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തുള്ള ഒരു എന്താ പറയുക ഒരു പടം ഇട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുന്നില്ല, ചികിത്സാ സഹായം എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഷെയർ ചെയ്യണ്ടോ? പക്ഷെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ 10,000 പേര് ആൾക്കാർ ഷെയർ ചെയ്യാൻ, അതിനകത്ത് കമന്റ് ഇടാൻ ആൾക്കാരുണ്ടോ? എന്ന് പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ ഞാൻ കോമഡി ഉത്സവത്തിലൂടെ വന്നൊരു കലാകാരൻ, മണിച്ചേട്ടനെ അവതരിപ്പിച്ച ഒന്നൊരു സംഭവം. അപ്പൊ അത് കഴിഞ്ഞപ്പോ ആരും വലിയ മൈൻഡ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ 1 കോടി പോലത്തെ പ്രോഗ്രാമിലൊക്കെ വന്നു. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിയുമ്പോ കാണുന്ന ആളുകൾ ഒരു ഫോട്ടോ ഇങ്ങനെ എടുക്കാൻ വരുമ്പോൾ നമുക്കൊരു സന്തോഷം. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ദൈവാനുഗ്രഹമായിട്ട് നമ്മൾ കൂട്ടുന്നു. കാരണം ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞ മേഖലയിൽ ഞാൻ ഒരുപാട് ശ്രമിച്ചു. 3-4 സിനിമകളിൽ കിട്ടി. ചാലക്കുടിക്കാരൻ ചങ്ങാതി, പിന്നെ അതുപോലെ തന്നെ രസികൻ, അങ്ങനെയുള്ള കുറച്ച് സിനിമകളൊക്കെ നമുക്ക് കിട്ടി. പിന്നെ ഭാഗ്യം ഉണ്ടായി. അതുപോലെ തന്നെ ഭാഗ്യം ഇല്ലാണ്ടായി പോയി. നായകനായിട്ടൊരു പടം ചെയ്യാൻ പറ്റി, കോളനി, മാസ്റ്റർ മനാഫ്. അതിനാണ് അതിൽ എന്റെ അമ്മയുടെ അഭിനയിച്ച് മോളി കണ്ണമാലി ചേച്ചിയാണ്. അത് ഭയങ്കര ഭാഗ്യമായിട്ട് പോകും. അതിൽ നമ്മുടെ ഭാഷ ഷൈജാനുണ്ട്, ബൈച്ചിക്കൂട്ടൻ, അങ്ങനെയുള്ള ഒരു രാജാ സാഹിബ്, പ്രസീത ചാലക്കുടി, അങ്ങനെ ഒരുപാട് പേര് ഉണ്ട്. പിന്നെ മണികണ്ഠൻ ചേട്ടനാണ് പാട്ട് പാടി, ഒരു കാറ്റ് മോളിൽ പാട്ട് പാടി. പിന്നെ പ്രസീത ചാലക്കുടി പാട്ട്, ജാസിഫിന്റെ പാട്ട്, നല്ലൊരു ഇതാണ്. പക്ഷെ എന്തോ ഒരു പ്രൊഡ്യൂസർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കാല് മാറിയപ്പോ ആ പടം ഡയറക്ടർ തന്നെ നിർമ്മിക്കേണ്ടി വന്നു. അങ്ങനെ പുള്ളിനെ കൊണ്ട് കഴിയുന്ന രീതിയിലേക്കാണ് പടം ഇറക്കിയത്. അതുകൊണ്ട് വലിയ ഇതായില്ല. എങ്കിലും നമുക്ക് പറയാം ഒരു പടത്തിലേക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. പിന്നെ നെഗറ്റീവിലൂടെയാണ് ഒരുപാട് പോസിറ്റീവ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ ഐഡിയ ഇത് എവിടെ നിന്ന് വരുന്നത്? ഓക്കെ, നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഇത് ഏതെങ്കിലും സുഹൃത്തുക്കൾ പറഞ്ഞു തരുന്നതാണ് അതോ ഒരു ദിവസം പെട്ടെന്ന് തോന്നിയതാണ്? ആരും പറഞ്ഞു തന്നല്ല. കാരണം വെച്ചാൽ ഞാൻ വരുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നേനേ ഉള്ളൂ. നമ്മൾ അലിൻ ജോസ് പെരേരയും ആറാട്ടനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ വന്നിട്ട് വീഡിയോസ് അവരെ കണ്ടു. ഒരു വീഡിയോ എന്ന് പറയാൻ വനിതാ തിയേറ്ററിൽ വെച്ചിട്ട് അലിൻ ജോസിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അത് നടന്മാരാണ് കേക്ക് മുറിച്ച് പുള്ളിക്ക് കൊടുക്കുന്നത്. അത് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നി. പക്ഷെ അതിനകത്ത് കമന്റ് വന്നിരിക്കുന്നത് മോശപ്പെട്ട കമന്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഏത് വ്യക്തി ആയിക്കോട്ടെ ഒരു ആശംസ പറയുന്ന സമയത്ത് പച്ചത്തെറിയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ആറാട്ടനും പെരേരനും കൂടി ഒരു ഷോർട്ട് ഫിലിംസിന് വേണ്ടി തേങ്ങ ഉടയ്ക്കുന്ന സംഭവമുണ്ട്. പക്ഷെ തേങ്ങ ഉടയുന്നില്ല. അത് എപ്പോഴും സംഭവിക്കാറുണ്ട്. തേങ്ങ എറിയും ഉടയില്ല. അതിന് കമന്റ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ 1-2 വീഡിയോ കണ്ടപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അവരുടെ ഒരു ഇഷ്ടം തോന്നുവാണ്. അങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്തു, ജാഫർക്കാടെ കൂടെ ഒരു കടന്നൽ കഥ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ വേഷം ചെയ്തു. എന്റെ സുഹൃത്ത് ഷംനാസ് മൂവാറ്റുപുഴ ആറാട്ടന്റെ കൂടെ ഇങ്ങനെ അഭിനയിച്ച ഷോർട്ട് ഫിലിം. അപ്പൊ ഷംനാസ് പറഞ്ഞു, അഭിലാഷ് ഈ പടം പെരേരനെ കൊണ്ട് റിവ്യൂ പറയിപ്പിച്ച കുറെ പേര് കാണുന്നു. അങ്ങനെ പെരേരനെ തേടി പോയി. പെരേര പോയി സിനിമ കണ്ടു. റിവ്യൂ വീഡിയോ എടുക്കാനായിട്ട് പോയതാണ്. റിവ്യൂ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ പിടിച്ച് നിർത്തിയിട്ട് കുറെ വീഡിയോ എടുത്തു. അവള് പറഞ്ഞു, ചേട്ടനെ ഒന്ന് വൈറലാക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് ആയിക്കോട്ടെ എന്നെ പേരെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിയുടെ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞ സാധനം പുള്ളി ഇട്ടു. അതായത് ഇനി മുതൽ എന്നെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യക്തിയായിരിക്കും നിങ്ങളോട് പ്രതികരിക്കണേന്ന് പറഞ്ഞ് ഞാനപ്പോ ആ വീഡിയോ എടുത്തപ്പോ വലിയ കാര്യമാക്കി വെച്ചില്ല. എന്ന് വെച്ചാൽ ചുമ്മാ കോമഡി ആയിരിക്കില്ല എന്ന് പറഞ്ഞു. വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ സീരിയസ് ആയില്ലേ. ആ ബോഡി ഗാർഡ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ കുറെ ആൾക്കാർ കമന്റ് അവനെന്ന് കിട്ടുമോ ബോഡി ഗാർഡിനെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായ സീരിയസ്നെസ്. ദൈവമേ ഇതുപോലത്തെ കമന്റ് ആയാലും തന്നെ. അപ്പൊ അങ്ങനെ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞിട്ട് കുറെ
ചാനലിലൊക്കെ വന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഷോർട്ട് ഫിലിമിലേക്ക് പുള്ളി എന്നെ വിളിച്ചു. അങ്ങനെ ആ ഷോർട്ട് ഫിലിം കഴിഞ്ഞപ്പോൾ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിവാദം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ പോകാൻ പറ്റില്ല നമ്മളുടെ കൂടെ. പിന്നെ ഞാൻ സ്ഥിരം നിന്ന്. പിന്നെ ആറാട്ടണ്ണൻ, അനിൽ ജോസ്, ഞങ്ങളെല്ലാവരും ടീം വർക്കോട് കൂടി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇന്റർവ്യൂ ഇത് പിന്നെ സിനിമയ്ക്ക് ഒരുമിച്ച് പോകും. അങ്ങനെ ഒരു സൗഹൃദം അങ്ങനെ നീണ്ടു നിന്നു. പിന്നെ അറിയാലോ, പിന്നെ ചാനലുകാർ ആദ്യമൊന്നും നമുക്ക് ചാനലുകാരൻ സപ്പോർട്ട് ചെയ്യില്ല അതിനായിരുന്നു. കാരണം പിന്നെ നമുക്ക് റീച്ച് എന്ന് പറയുന്ന സംഭവം വരുമ്പോഴാണ് ഈ ചാനലുകാരൊന്നും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ചാനലുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്തു. മിമിക്രി എടുക്കുന്നവരുണ്ട്, പിന്നെ കോമാളിത്തരം മാത്രം പോസ്റ്റ് ചെയ്തിരുന്നവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയാണ് അതിലേക്ക് കയറി വന്നത്. എനിക്ക് തോന്നുന്നു എവിടെ പോയാലും അവിടെ മീഡിയക്കാര് ഈ പാപ്പരാസികൾ അങ്ങനെ കവർ ചെയ്യാനായിട്ട് നിങ്ങൾ വരുന്നുണ്ട്. കുറെ മീഡിയക്കാർ വരുന്നുണ്ട്. ഇപ്പൊ നീലക്കോയിൽ അങ്ങനെ കുറച്ച് വരുന്നുണ്ട്. അപ്പൊ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് എല്ലാ മീഡിയക്കാരും അറിയുന്നത്? നിങ്ങളൊരു ഷൂട്ട് ചെയ്യുമ്പോൾ ഇവർ എങ്ങനെ അറിയുന്നു? വിളിച്ചു പറയൂ. വിളിച്ചല്ല, അവര് ചോദിക്കുന്നത് പരിപാടി ഉണ്ടോന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറയുന്ന പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ അവര് വരും, വന്നിട്ട് ഇങ്ങനെ കവർ ചെയ്യാറുണ്ട് സാധാരണ. അങ്ങനെ ഇതിനൊരു രസമാണല്ലോ, രസമാണ്. അങ്ങനെ കവർ ചെയ്യും. പിന്നെ കണ്ടന്റ് നമ്മൾ കൊടുക്കും, എന്തെങ്കിലുമൊക്കെ കോമഡി പരമായിട്ടുള്ള കണ്ടന്റ് കൊടുക്കും. സത്യം ഈ കണ്ടന്റ് ഇത് എവിടെ നിന്ന് ഇത് കിട്ടുന്ന ആക്ച്വലി? ഓക്കെ, ഇനി ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യാം. നമ്മളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. മറ്റേ നമ്മുടെ പുലിമുരുകലിലെ അജാസില്ലേ, ഒരു പുതിയ സിനിമ വന്നു. അജാസിന്റെ ഒരു പടത്തിന്റെ റിവ്യൂ പറയാനായിട്ട് ഞങ്ങൾ പോയപ്പോ പെട്ടെന്ന് അതിൽ മയക്കുമരുന്നിന്റെ ഒരു സബ്ജക്റ്റാണ്. മയക്കുമരുന്നിന്റെ ഒരു സബ്ജക്റ്റ് ആയപ്പോ പെരേരെ പെട്ടെന്ന് ഞാൻ കയറി പറഞ്ഞു, എന്നെ കുറെ പേര് മയക്കുമരുന്ന് കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചാണ്. അപ്പൊ ഞാനെടുത്ത് നോക്കിയത് പെട്ടിക്കടയിൽ കിട്ടുന്ന സാധനമല്ല മയക്കുമരുന്ന് തോന്നുന്നു. അതുകൊണ്ട് ആൾക്കാർ മൊത്തം ചിരിയാതെ നമ്മുടെ വായിൽ നിന്ന് പെട്ടെന്ന് വരുന്ന ഒരു ചെറിയ സംഭവം. കാരണം ഇപ്പൊ കാവ്യമാധവന്റെ ഒരു സൗണ്ട് പെരേരെ എടുത്തിട്ടല്ലേ. ഞാൻ പറഞ്ഞു ഒരു മിമിക്രിക്കാരനും ലോച്ച് ചെയ്യില്ല കാവ്യമാധവന്റെ സൗണ്ട് വരുന്നത്. അപ്പൊ പുള്ളി എന്തോരം ആൾക്കാരാണെന്നുള്ള സംഭവം ചെയ്തു. അപ്പൊ അങ്ങനെ ചില സാധനമില്ലേ, അതായത് ചക്ക വേണം മൊയറിയാവെന്ന് പറഞ്ഞ പോലെ കത്തിക്കേറും. അതെ, കുറെ പേര് എന്നെ കമന്റിൽ പറയുന്നുണ്ട്, എന്തിനാണ് അലനെ കൊണ്ട് ഇങ്ങനെ കോമളത്തരങ്ങൾ കാണിക്കുന്നത്? അപ്പൊ അങ്ങനത്തെ ഒരുപാട് കമന്റുകൾ കാണാറുണ്ട്. പിന്നെ അവൻ തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളും അവൻ തന്നെ ചെയ്യുന്നതാണ്. കാരണം എന്താ വെച്ചാൽ അവനറിയാം അവൻ ഇന്ന ചെയ്താലാണ് ഈക്കോളൂ. ഇപ്പൊ ചപ്പാത്തി പാട്ട് തന്നെ പുള്ളി തിരിച്ചു പാടി, അത് പെട്ടെന്ന് ക്ലിക്കായി പോയി. ഭയങ്കര ക്ലിക്കായി പുള്ളി അറിഞ്ഞുകൊണ്ട് തന്നെ സാധനം ഇട്ടു, ചപ്പാത്തി എന്നുള്ള സാധനം കയറ്റിയിട്ടു. അയ്യോ തെറ്റിപ്പോയി, അത് പെട്ടെന്ന് ക്ലിക്കായി സാധനം. അങ്ങനെ ചില സാധനങ്ങൾ അല്ലാണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മള് സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോ കുറച്ച് കോമാളിത്തരങ്ങൾ ഉണ്ടെങ്കിലാണ് അത് കേറുള്ളൂ. മനസ്സിലായി. പിന്നെ നമ്മൾ തെറി വിളിക്കുന്ന പലരും ഈ വീഡിയോ കണ്ട് ചിരിച്ചിട്ടായിരിക്കും തെറി വിളിക്കുന്നത്. സത്യം, ചിരിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണാണ്ടേ ഇപ്പൊ കഷ്ടപ്പെട്ട് പാട്ട് പാടി എത്രയോ വീഡിയോസ് വരുന്നുണ്ട്, ആരെങ്കിലും കാണുന്നുണ്ടോ? പക്ഷെ ഇതുകൊണ്ട് സംഭവം കണ്ടിട്ട് തെറി വിളിക്കുമെങ്കിലും ആളുകൾ കാണും. എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ഒരുപാട് പേര് പറയാറുണ്ട്, നിങ്ങളുടെ വീഡിയോസ് കണ്ട് ചിരിക്കാറുണ്ട് കേട്ടോ എന്ന്. ഞാൻ മഴയത്തും മുൻപേല് മമ്മൂക്ക ചെയ്ത വേഷം ഞാൻ ചെയ്തതാണ്. അപ്പൊ എന്റെ കൂടെ ഉള്ള സുനിമോള്, സുനിത കൊല്ലം, അങ്ങനെയുള്ളവരൊക്കെ, സുനിത കൊല്ലം മറ്റേ ശോഭന ചേച്ചിയുടെ വേഷം ചെയ്തു. അതുകൊണ്ട് ആളുകൾ ചിരിച്ചു ചേർത്തു. എന്ന് വെച്ചാൽ ഞങ്ങളെ കണ്ടന്റ് ചെയ്ത് ഭയങ്കരമായിട്ട് വിജിച്ചു. അപ്പൊ ചിലവര് എന്റെ അടുത്ത് പേഴ്സണലായിട്ട് നിങ്ങൾ ആ ചെയ്ത കണ്ടന്റ് അടിപൊളിയായി പോയിട്ടോ എന്ന് പറഞ്ഞു. സുനിമോള് മറ്റേ ആനിയുടെ വേഷം ചെയ്ത്. അതെ. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്യുമ്പോൾ ചിലവർക്ക് അത് ചിരിക്കാൻ തോന്നും. ഒരിക്കലും അവര് ശോഭനയില്ലാന്ന് അറിയാലോ, സുനിതാക്കോലെ ശോഭനയില്ലാന്ന് അറിയാലോ. അപ്പൊ ആ രീതി ഇത് കയറി വരാറുണ്ട് സംഭവം. പിന്നെ ഒരുപാട് പേർക്ക് സംശയമാണ്, ഇത് നാട്ടുകാരെ കൊണ്ടുവരണല്ലോ. ഇങ്ങനെ ഈ കോമാളിത്തരാണെങ്കിലും തമാശ ആണെങ്കിലും അതിൽ വിൽ പവർ വേണം. കാരണം ഈ കമന്റുകളൊക്കെ കണ്ട് അവർക്ക് അവരെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ നായകന്മാരെ എവിടുന്നാണ് കണ്ട് തേടി പിടിച്ച് കൊണ്ടുവരുന്നത്? സിനിമയില് മെസ്സേജുകൾ വരും അത് അറിയുന്നവരൊക്കെയാണ്, നേരത്തെ അറിയുന്ന ആളുകളൊക്കെയാണ്. പിന്നെ നമ്മള് ചിലര് അവർക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഒന്ന് തെറി കേൾക്കും, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കേൾക്കും എന്നറിയാം. അപ്പൊ അവര് പറയും അപ്പൊ നമ്മള് പറയും, ചേച്ചി വന്നു കഴിഞ്ഞാൽ പൂര തെറിയായിരിക്കും കേട്ടോ, മോശപ്പെട്ട തെറിയൊക്കെ ആൾക്കാർ വിളിക്കും എന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. ആ ഷൂട്ട് കഴിയുന്നു, അതായത് അവർ ചാനലുകാരെ മുമ്പിൽ വെച്ചല്ലേ നമ്മൾ ചെയ്യണം, അവരെ മുമ്പിൽ വെച്ച് അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് നമ്മൾ പോകുന്നു. അത്രയുള്ള ബന്ധം മാത്രമേ ഉള്ളവരായിട്ട്. അത് പിന്നെ ആളുകൾ ഓരോ അവരുടെ റീച്ചിന് വേണ്ടി റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ റീച്ചിന് വേണ്ടി അവരെന്തെങ്കിലുമൊക്കെ വളച്ചിടുക, അല്ലാണ്ട് ആരും കയറി കാണില്ലല്ലോ അവര്. അങ്ങനെ കുറെ സംഭവങ്ങൾ വരാറുണ്ട്. ഇൻകം ഒക്കെ ഇപ്പൊ ഒരു പൈസ വേണമല്ലോ ജീവിക്കാനായിട്ട്. അപ്പൊ ഇതിൽ നിന്നൊരു ചില ചാനലുകാരൊക്കെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പേയ്മെന്റ് ഒക്കെ എന്തെങ്കിലും എത്രത്തോളം കിട്ടും? അത് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് തരും, കുഴപ്പമില്ല, തരും. അപ്പൊ ഇവിടെ സേഫ് ആണ് ഇതിന്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിട്ടുപോയി, അത് നമ്മൾ കാര്യം പറയും. കാരണം നമ്മൾ തെറി കേൾക്കും വേണം, ചൊള്ളയിലാണ്ട് കാര്യം നടക്കില്ല. അപ്പൊ അന്നേരം അവര് തരും, ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ്. പിന്നെ ചില കമന്റുകൾ കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേനെ അച്ഛനെയൊക്കെ വിളിച്ചിട്ടുള്ള കമന്റ് തോന്നും.
അപ്പൊ ഞാനും പ്രതികരിക്കും തിരിച്ച്. നമ്മൾ പ്രതികരിക്കും. അതിപ്പോ ഞാൻ മാത്രമല്ല, ഏത് ഇപ്പൊ ദേഹമാണെങ്കിലും പ്രതികരിക്കും. അച്ഛനെ അമ്മ ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയുക പറഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്യില്ല. പക്ഷെ അവരെ കൂട്ടി പറഞ്ഞ കാര്യമില്ല. അതിന് ചിലവരായിട്ട് ഭയങ്കര ഉടക്കുണ്ടായിട്ടുണ്ട്, മെസ്സഞ്ചറിൽ വന്നിട്ട് തെരുവിളി ഉണ്ടായിട്ടുണ്ട്, ഏറ്റവും അവസാനം ഒരുമിച്ച് ചായ കുടിച്ചിട്ടുണ്ട്. വഴക്കിട്ട ആളാണ്. അതായത് ഭയങ്കര തെറി. പിന്നീട് സുഹൃത്തായി. പുള്ളി നാട്ടിൽ വന്നപ്പോ എന്നെ വിളിച്ചു, ഞാൻ പോയി കണ്ടു. അപ്പൊ ചെന്നപ്പോഴും പുള്ളി ഒരു സോറി പ്രോ എന്നൊക്കെ പറഞ്ഞ് കെട്ടി. ഞാൻ ആ കേസ് അവിടെ കഴിഞ്ഞില്ല. അതാണ് മനുഷ്യൻ, മനസ്സിലാണോ? കാരണം പുള്ളി എന്നെ ഇങ്ങോട്ട് വിളിച്ചാ മോശപ്പെട്ട തെറി പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു. ഏറ്റവും അവസാനം പറഞ്ഞു, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചു, നിങ്ങൾ ആ ഫസ്റ്റ് ഇട്ട കമന്റ് നോക്കിയിട്ട് ഞാനാണ് അങ്ങോട്ട് വിളിച്ചത്, നിങ്ങളാണ് ഇങ്ങോട്ട് മോശം പറഞ്ഞത്. പുള്ളി നോക്കിയപ്പോൾ കറക്റ്റാ. ആ പുള്ളി ഒരു സോറി ബ്രോ, എന്റെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആളുകൾ പെട്ടെന്ന് പ്രതികരിക്കുമെങ്കിലും ചിലവരുണ്ടല്ലോ. ഞാൻ പറയും ചിലതൊക്കെ എന്റെ ഇൻസ്റ്റയിലേക്ക് മാത്രം കമന്റിനോട് പറയാം, നിങ്ങൾക്ക് താല്പര്യം ബ്ലോക്ക് ചെയ്ത് പോകാനോ എന്ന് ഞാൻ പറയാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ എന്നെ കാണണമെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോകാം. പിന്നെ നിങ്ങൾ കാണുകയും ചെയ്യാൻ എന്നിട്ട് തെറി വിളിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്ന കമന്റൊക്കെ പറയാൻ നോക്കി, നമ്മുടെ അമ്മമാരൊന്നും അവരോടൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരിക്കലും പറയരുത്, മനസ്സിലായില്ലേ? കാരണം മോശപ്പെട്ട തെറി പറയുമ്പോൾ ആരും പ്രതികരിച്ചു പോകും. അതാണ് സംഭവം. നമുക്ക് എന്തെങ്കിലും ആവണം എന്നൊക്കെ ആഗ്രഹം കൊണ്ടാണല്ലോ നമ്മൾ വന്നത്, എന്തെങ്കിലുമൊക്കെ എത്തിപ്പെടണം പറയും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ചിലർ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഷോർട്ട് ഫിലിം ചെയ്യുന്നത്? സിനിമയിലേക്ക് അവസരം ചോദിച്ചു ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് സിനിമയിലെ അവസരം, കാരണം എനിക്ക് കെട്ടിടം പണിയാണ്, മെക്കാട് പണി അല്ല. അപ്പൊ എനിക്ക് ഒരു ശനിയാഴ്ച ദിവസം പൈസ ഉണ്ട്, ഞായറാഴ്ച ഞാൻ ഏതെങ്കിലും സിനിമ ലൊക്കേഷനിൽ പോകും. അന്ന് വെള്ളി നക്ഷത്രം മാസികയില് നമ്പർ ഉണ്ട്, ഒരു സംവിധായകരുടെ നമ്പർ ഇടുമായിരുന്നു പണ്ട്. ഇപ്പോഴും രാഷ്ട്രദീപിക എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ടാകും അല്ലെങ്കിൽ. അപ്പൊ ഞാൻ ലൊക്കേഷനൊക്കെ അന്വേഷിച്ച് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവര് പറയാം, അയ്യോ അടുത്ത പടത്തിൽ നോക്കട്ടെ എന്ന്. നമ്മളിവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഒരൊറ്റ ദിവസം ഞായറാഴ്ച ഇടുമ്പോൾ വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റില്ല, നമ്മൾ നേരെ പോവാണ് ഇതിനു വേണ്ടി. ഞാന് വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ട്. വിനോദയാത്ര എന്ന് പറഞ്ഞ സിനിമയാണ്, ദിലീപേട്ട പടം. അതെ, അതിലെന്തോ ഒരു സീനി പ്രവർത്തനം മുകേഷ് ചേട്ടനെ ചെരുപ്പൊക്കെ ഇടിപ്പിച്ചിട്ട് കൊണ്ടുള്ള സീനാണ് ആ പടത്തില്. അങ്ങനത്തെ എന്തൊരു സീനാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ സേതു മണ്ണാർക്കാട് ചേട്ടനായിരുന്നു തന്നെ പ്രൊഡക്ഷൻ മാനേജറായിട്ട്, കൺട്രോളറാന്ന് പറഞ്ഞത് എപ്പോഴും ഓർമ്മയുണ്ട്. പുള്ളിപ്പോ പ്രൊഡ്യൂസറായി. പുള്ളി 3-4 സിനിമ സത്യനന്ദിക്കാർ സാറിന്റെ പടത്തിൽ പ്രൊഡ്യൂസറായി. അപ്പൊ ചേട്ടൻ അന്ന് പറഞ്ഞ ഡയലോഗ്സ് ഉണ്ട്, അഭിലാഷേ ഞാൻ എന്തെങ്കിലും പ്രൊഡ്യൂസർ ആകുമ്പോൾ എനിക്കൊരു വിഷയം ഉണ്ടെന്ന്. ഓർക്കണ്ടെന്ന് പോലും അറിയില്ല കേട്ടെ. അപ്പൊ സേതു മണ്ണാർക്കാട് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനമാണ് ഇന്ന് പ്രൊഡ്യൂസർ ആയത്. അത് നല്ലൊരു സംവിധായകന്റെ കൂടെയാണ് അത് സത്യനന്ദിക്കാട് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, കാരണം ഇതിലെല്ലാം ഫിക്സ് ആയി അഭിലാഷ് എന്ന് പറഞ്ഞു. വടക്കാഞ്ചേരി ഭാഗത്താണ് ഷൂട്ട്, ഡാം ഭാഗത്തൊക്കെയായിട്ട് വിനോദയാത്ര എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ പോയി, കാരണം നമുക്ക് പോയി തിരിച്ചു വരാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ സിനിമയിൽ പ്രൊഡക്ഷൻ പോയി ആയിട്ട് കുറെ പടങ്ങൾ വർക്ക് ചെയ്തു. പ്രൊഡക്ഷൻ പോയി കുറെ അറിയാലോ, സിനിമയിൽ ഫുഡ് കൊടുക്കുക, അങ്ങനെ കുറച്ച് അനുഭവം എന്ന് പറയുന്നത്. രസികൻ പടം, പ്രണയമെടുത്തു പോലെ, കാശി രാജീവിക്കാന്ന് പറഞ്ഞൊരു സിനിമ എന്റെ നാട്ടിൽ ഷൂട്ട് തുടങ്ങി. അന്നാണ് ഞാൻ കയറുന്നത്. അതിൽ എന്റെ ഒരു കൂട്ടുകാരൻ മിമിക്രിക്കാരൻ സാഗർ എന്നെ അദ്ദേഹമാണ് അതിലേക്ക് കൊണ്ടുപോകുന്നത്. സാഗറിനെ പരിചയപ്പെടുത്തി എന്റെ കൂടെ മിമിക്രി സുമേഷ് കുട്ടിലൊക്കെ കോമഡി ഉത്സവത്തിലേക്ക് കമലഹാസനെ അവതരിപ്പിക്കുന്ന ഒരു കലാകാരനാണ് സുമേഷ് കുട്ടിലൊക്കെ. അദ്ദേഹമാണ് എന്നെ ഈ സാഗറിനെ പരിചയപ്പെടുത്തി. സാഗർ മുഖേനയാണ് പ്രൊഡക്ഷൻ പോയിട്ട് കാശി രാജീവിക്കാനിലേക്ക് ഇറങ്ങിയത്. ഇങ്ങനെ കുറച്ച് സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവില്ല എന്തായാലും ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കാരണം തന്നെ. അപ്പൊ ഈ സുഹൃത്ത് ബന്ധങ്ങൾ വെച്ചിട്ട് നല്ല അവസരങ്ങൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണോ? ഞാൻ ഒരു സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ഞാന് മനോജ് കിന്നസന്റെ കാസറ്റിലൂടെ വന്നു, ഓഡി കാസറ്റിലൂടെ വന്നു. അത് കുറച്ചു പേർക്ക് അറിയാമോ? ഓണോ മാവേലി പിന്നെ നമ്മളെന്ന് പറഞ്ഞൊരു ഓഡിയോ കാസറ്റില് എന്റെ ഒരു പടം വന്നപ്പോൾ ഞാൻ അഭിമാനിച്ചു. മമ്മി സഞ്ചരിക്ക പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത, അല്ലെ പാഷാണ ഷായി ചേട്ടൻ, പ്രശാന്ത് കന്നേരിമറ്റം, രാജേഷ് പറവൂര്, ഇപ്പൊ എല്ലാം ഫേമസ് ആൾക്കാരാണ്. അപ്പൊ അവരെല്ലാം ഉണ്ടായിരുന്നു കാസറ്റിൽ. അപ്പൊ അതിന് ഞാൻ കാസറ്റുകളിൽ അന്ന് അറിയാലോ ഓഡിയോ കാസറ്റിന്റെ തരംഗ. അപ്പൊ ഞാൻ കുറെ നേരം കാസറ്റ് എടുത്ത് ഇങ്ങോട്ട് പിടിച്ച് മറച്ച് നോക്കുമായിരുന്നു. അപ്പൊ എന്റെ ഒരു ആഗ്രഹമാണ് ദേമാവലി കൊമ്പത്ത് പോലത്തെ ഒരു കാസറ്റിൽ വന്നെന്നുള്ളത്. പിന്നെ ഇപ്പൊ CD-യിലേക്ക് മാറി. അപ്പൊ അങ്ങനെ കുറെ കാസറ്റുകൾ എനിക്ക് പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ടായി. അങ്ങനെ കുറച്ച് കാസറ്റ് പരിപാടിയിലേക്ക് എനിക്ക് വരാനും പറ്റി. പാഷാണ ഷായിച്ചേട്ടൻ, പിന്നെ അതുപോലെ ജയസൂര്യ അത് കേട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പണ്ട് മറ്റേ മൂത്രപ്പറകളിലും അതുപോലെ തന്നെ സ്റ്റോപ്പുകളിലൊക്കെ പോസ്റ്റേഴ്സ് ഒട്ടിക്കുമ്പോ ജയസൂര്യ ചേട്ടന്റെ ഫോട്ടോ വെക്കായിരുന്നു. തിരിച്ച് വാണിംഗ് കിട്ടിയിട്ടുണ്ട്. അയ്യോ, അത് വാണിംഗ് കിട്ടുക വേറെ ഒന്നുമല്ല. അത് പുള്ളി ഞാൻ ആശംസ എന്ന് പറഞ്ഞാണ് ജയസൂര്യന്റെ പടം വെച്ചത്. അപ്പൊ പുള്ളി എനിക്ക് തന്നൊരു ഫോട്ടോയാണ് ഞാൻ അതിനകത്ത് വെച്ചത്. ഞാനും എന്റെ സുഹൃത്തുണ്ട് അൻസാർ മാറാടി, പുള്ളിപ്പോ ഡയറക്ടർ ആയി ഒരു പുതിയ പടം വന്നുണ്ട്, ഒരു പ്രേത സിനിമ പിടിച്ചോണ്ടിരിക്കാൻ അൻസാർ മാറാടി. അവര് ഞാനുമാണ് ജയസൂര്യ ചേട്ടൻ്റെ അടുത്ത് പോണത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്നാ
കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഫോട്ടോസ് തന്നപ്പോ ഞാൻ പറഞ്ഞാണ് അന്ന് ജസ്റ്റ് പറഞ്ഞു ആശംസ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ വെക്കുന്ന കുഴപ്പമില്ല പുള്ളി പറയുന്നത്. ആരോ പുള്ളിയുടെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞു ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ജയശ്വരിയുടെ പടം വെച്ചേക്കുന്നത്. അങ്ങനെ വെക്കില്ല അഭിലാഷ്, ഞാൻ ഗസ്റ്റ് ആയിട്ട് എവിടെ വന്നതെന്നൊക്കെ ചെയ്യാം. അവിടെ ചേട്ടാ അങ്ങനെയല്ല, ഞാൻ ആശംസ എന്ന് പറഞ്ഞൊരു ഇതാ വെച്ചേക്കുന്നത്. അപ്പൊ പുള്ളിക്ക് ഡൗട്ടായി. ഞാൻ എന്നിട്ടൊരു സ്റ്റിക്കർ വീണ്ടും ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു പുള്ളി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം പിഷാരടി എന്നെ കുറിച്ച് പറയണ്ടേ, പിഷാരടി എന്ന് ആരെങ്കിലും മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴയ്ക്ക് ബസ് കയറി കഴിഞ്ഞാൽ അവിടെ ഇവിടെയായിട്ട് ചിരിയോ ചിരി അഭിലാഷ് അടയ സുമേഷ് കുട്ടിലൊക്കെ കൈയും തലയും പുറത്തിരുന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റിക്കറാണ് എല്ലായിടത്തും ഉണ്ട്. ഇയാളവരുടെ മൂത്രപ്പരയിലും ഉണ്ട്. ഇതെങ്ങനെ അവിടെ കൊണ്ടൊട്ടിക്കാനുള്ള ഐഡിയ അതാണ് മനുഷ്യരുടെ തിരക്കല്ലേ സുഹൃത്തെ. ഒരു 10 മിനിറ്റെങ്കിലും മൂത്രമൊഴിക്കുന്ന നേരത്തിൽ നിൽക്കുള്ളൂ ആണല്ലോ. അപ്പൊ ഇങ്ങനെ നോക്കും. പണ്ടെന്ന് പറയുമ്പോ ഈ മൊബൈൽ ഫോൺ ഇല്ലാത്ത സമയം ഉണ്ടല്ലോ, ലാൻഡ് ഫോണിൽ നിന്നൊക്കെ കുറെ ഊരിയ കോയിനിട്ട് ആൾക്കാർ വിളിക്കും. അങ്ങനെ എന്നിട്ട് വിളിക്കും, അയാളുടെ ഒരു പരിപാടി ഉണ്ട്, എവിടെ ചേട്ടാ അത് ഞങ്ങളുടെ നാട്ടിൽ, അത് പറയാം ഞാൻ വരാലോ, ഞങ്ങളുടെ ഒരു മൂത്രപ്പുര ഉദ്ഘാടനം ചെയ്യാണ്ട് വരാൻ പറ്റും. ഇത് കണ്ടിട്ട് എന്ന് വെച്ച് കളിയാക്കിയവരുണ്ട് ഈ ഓരോ കോയിൻ ഇട്ടിട്ട് വിളിച്ചിട്ട്. ഇന്ന് മൊബൈൽ ഫോണല്ലോ. അങ്ങനെ പിന്നെ ജെന്യൂനായിട്ട് ആൾക്കാരെ വിളിക്കൂട്ടോ, അമ്പല പരിപാടികളൊക്കെ വിളിച്ചു തന്നിട്ടുണ്ട്. ആദ്യമേ നമ്മൾ വിശ്വസിക്കില്ലേ, കളിയാക്കാനാന്ന് ഓർക്കും. അപ്പൊ അങ്ങനെ അല്ലോടോ ഞാനിങ്ങനെ ഉത്സവ പരിപാടിക്ക് ബുക്ക് ചെയ്യാനായിട്ട് നോക്കിയപ്പോ തന്റെ ഒരു ഇത് കിട്ടും, എവിടെ നിന്നായിട്ടാ കണ്ടത്, ഞാൻ മൂത്രമൊഴിക്കാൻ കയറിയപ്പോഴാണ് കിട്ടിയത്, നമ്പർ കിട്ടിയെന്ന് പറയും. അവർ അത് കുഴപ്പമൊന്നുമില്ല, അവിടെയാലും നിങ്ങളെ ഏറ്റവും വലിയ പരസ്യം ഒട്ടിക്കേണ്ടതെന്ന് പറയും. പിന്നെ അനുഭവം ഉണ്ടായിട്ട് KSRTC ബസ് കയറ്റി പരസ്യം ഒട്ടിച്ചിട്ട് അപ്പുറം ഇപ്പുറം ഒട്ടിക്കില്ലേ, വലിയതല്ലടാ ചെറുത്, അവിടെ ഇവിടെ ഒട്ടിക്കൂലോ. ഏതൊരു കണ്ടക്ടർ കണ്ടു, ഞാൻ ഈ ബസ്സിൽ അങ്ങോട്ട് കയറി ഇറങ്ങുന്ന കണ്ടപ്പോൾ പുള്ളിക്കൊരു സംശയം തന്നെ പരിപാടി തന്നെ. പുള്ളി നോക്കിയപ്പോ ഞാൻ എല്ലായിടത്തും സ്റ്റിക്കർ ഒട്ട് ചെയ്യുക. എന്റെ സന്നിക്ക് ചെറിയ പണിഷ്മെന്റ് കിട്ടി. അതെല്ലാം ഓരോ കോയിനും കൊണ്ട് ഇങ്ങനെ ചിരണ്ടി കളഞ്ഞിട്ട് അവിടെ പോരേണ്ടി വന്നു. 10-20 വയസ്സിൽ മേളിൽ ഞാൻ ഒട്ടിച്ചു, അതെല്ലാം കളഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കണ്ടപ്പോഴേ ഈ KSRTC പരസ്യം ഒട്ടിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ഈ ഉത്സവത്തിന് ഒക്കെ ഞങ്ങളെ കാണാൻ ഒട്ടിക്കണേന്ന്. അങ്ങനെ എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ എനിക്ക് വിജയം ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പം പോലെ ശ്രമിക്കുന്നതിന്റെ ഒരു ഫലമാണ്. പിന്നെ ഒരു കാര്യം അറിയാം, ചാലക്കുടിക്കാരൻ ചെങ്ങാതി അല്ല നായകനായിട്ട് ഞാനായിരുന്നു. സെന്തില് പറയുന്നല്ല, നായകനായിട്ട് ഞാന് രഞ്ജു ചാലക്കുടീനെ ഇറങ്ങി. ഞങ്ങൾ 3-4 പേര് കാസ്റ്റ് ചെയ്ത. അല്ല എനിക്ക് അനുഭവം എന്ന് പറഞ്ഞാൽ വിനയൻ സാറ്, അദ്ദേഹം ഒരു രാത്രി 11 മണിക്ക് എനിക്ക് കോൾ വരും, നാളെ ഫ്രീ ആണെങ്കിൽ ഒന്ന് വാ എന്ന് പറഞ്ഞു. അത് വരാൻ കാരണം അരുൺ എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഇപ്പൊ മത്സരിക്കാനായിട്ട് നിന്നൊരു വ്യക്തിയാണ് എന്നെ അരുൺ. ഒരു സിനിമ കഴിഞ്ഞപ്പോൾ 2ാമത്തെ സിനിമയുടെ ഷൂട്ടും കഴിഞ്ഞു, വിഷ്ണു ഉണ്ണികൃഷ്ണൻ വെച്ച്. അപ്പൊ അരുണേട്ടനാണ് എന്നെ വിനയൻ സാറിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അരുണേട്ടൻ പരിചയപ്പെടുത്തി നോക്കിയാണ് സാറിനെ വിളിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ കുറെ ഭാഗങ്ങൾ എന്നെ അടുപ്പിച്ചു. കണ്ണു കാണാത്ത സംഭവം വാസന്തലക്ഷ്മിയിലേക്ക് അടുപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കുറെ ആളുകൾ പറഞ്ഞു മണിച്ചേട്ട ഡൂപ്പിയാണ് ആരെ എനിക്ക് അടുപ്പിക്കുന്നത്. അങ്ങനെ അത് പോയി. ഓട്ടോ ഡ്രൈവറായിട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് സാറിന്റെ ഒരു ഇത് കൊണ്ട് എനിക്കൊരു ചെറിയൊരു വേഷം എനിക്ക് ആടി അങ്ങനെ ഭാഗ്യമുണ്ട്. വാസന്തലക്ഷ്മി കിടന്നോ? അത് ഞാനൊന്ന് പെർഫോമൻസ് കാണിക്കാം. അപ്പൊ അദ്ദേഹം എന്നെ എടുപ്പിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഉള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവാർഡ് കിട്ടിയ ഒരു ഫീലിങ്സ് ആയിരുന്നു. പിന്നെ മണിച്ചേട്ടന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ട്, കിട്ടിയിട്ടുണ്ട്. അത് ആകാശത്തിലെ ആകാശപ്രഭകളല്ല 1000-ലൊന്ന് മണിച്ചേട്ടൻ സിനിമയിൽ. അത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ തിരുവനന്തപുരം, അവിടെയായിരുന്നു ഷൂട്ട്. അപ്പൊ അവിടുത്തെ ഒരു ഷൂട്ടിന്റെ ഇതിൽ വെച്ച് ഞാൻ പറഞ്ഞു മണിച്ചേട്ടൻ പറഞ്ഞു എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ കറക്റ്റ് സൗണ്ട് ഒന്നുമില്ല. പക്ഷെ പുള്ളി എന്നെ നിരാശപ്പെടുത്തിയില്ല. ഈ ചെനകട ആവാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് തോളരൊക്കെ തട്ടി. ആ സ്ഥലത്ത് വേറെ നടന്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചു കൊടുത്തു. നടന്റെ പേര് പറയാനല്ല, പുള്ളി എന്റെ അടുത്ത് പറയാം ഇതിൽ നിന്നാണ് എന്റെ മോനെ അവതരിപ്പിക്കുന്നത്. പേര് ഞാൻ പറയില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം വെച്ചാൽ കൊള്ളലി കൊള്ളാന്ന് പറയാൻ പോലെ ഇതിൽ എന്റെ മോനെ അവതരിപ്പിക്കുന്നത്. ഇപ്പൊ മോനൊക്കെ ഇപ്പൊ സൂപ്പർ സ്റ്റാർ ആണ് മലയാള സിനിമയില്. പേര് ഞാൻ പറയില്ല, അതൊക്കെ ഊഹിച്ചാണ്. പക്ഷെ മണിച്ചേട്ടന്റെ മുമ്പിൽ ഞാൻ ചെയ്ത് പുള്ളി പറഞ്ഞ 2 വാക്കുണ്ട്, ചിലരുടെ ശരിയാവണ്ടെന്നൊക്കെ പറഞ്ഞു. നിരാശപ്പെടുത്തിയില്ല. കാരണം അതാണ് മണിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു വലിയ നടന്റെ ഒരു ഇത്. ഇപ്പൊ ഞാൻ അവതരിപ്പിക്കാം. മോളെ വാസന്തി, കിടപ്പാടി കിടക്കണേ കൊച്ചേട്ട പോലെ എനിക്ക് കണ്ടില്ലേ, എല്ലാം മെയിൻ കൊത്തിരുത്തുന്ന തോന്നല്ലോ. അല്ല അച്ഛാ അമ്മ ഇവിടെ കാണണ്ടേ കിച്ചേട്ടാ, ഇവിടെ മഴ പെയ്യുമ്പോഴേ തെക്കേപ്പുറത്ത് മതി. ഇത്ര കാര്യം എന്നറിയോ, എന്നോട് പിഴകാണ്ട് ഓടിപ്പോയിരിക്കുന്ന ചില ഇങ്ങനെയൊരു കഴുതുകുട്ടി മോളെ വാച്ചേ അച്ഛൻ്റെ പോലെ തിരിക്കി കണ്ടില്ലേ, എല്ലാം മീൻ കൊത്തിരുത്തുന്ന തോന്നലോ. ഓളെ വാച്ചേ
അല്ല ഏട്ടാ തോമസ് സാറ് വന്നോ? തോമസ് സാറ് വന്നോ? തോമസ് സാറ് പാവാ. എന്റെ വാസുദേനെ ഹോസ്റ്റോട്ടത്തിൽ വെട്ടിക്കാനായിട്ട് തന്നേന് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. തോമസ് സാറ് പാവാ. തോമസ് പാവാ. തോമസ് സാറ് പാവാ. എന്റെ വാസുദിനെ കൊന്നിട്ട് ഒന്നറിയാത്തവനെ പോലെ വന്നേക്കുക. ഏറ്റില്ല ഞാൻ, ഏറ്റില്ല ഞാൻ, ഏറ്റില്ല ഞാൻ, ഏറ്റില്ല ഞാൻ, ഏറ്റില്ല ഞാൻ. അയാൾ ചത്തോ? ലക്ഷ്മിയെ, എനിക്ക് നശിച്ച ലോകങ്ങള് എനിക്ക് കണ്ടു വേണ്ട. ഓരോ മാറ്റത്തെ ഒറ്റണം പോവുക. അടിപൊളി. എനിക്ക് തോന്നുന്നു എനിക്കൊരു സൗണ്ടിന്റെ പ്രശ്നമാണ് കേട്ടോ. ഇല്ല കൊച്ചടക്കം അങ്ങനെ കുറെ ഇതുണ്ട്. നമ്മള് സ്റ്റേജ് ചെയ്യുക, മൈക്ക് ചെയ്യുന്ന അത്ര പ്രൊഫഷണൽ അല്ല ലൈവായിട്ട്. പിന്നെ നമ്മുടെ ആകാശത്തിലെ പറകൾ പോലത്തെ ഒരു സിനിമയുണ്ട്, അയാളും ഞാനും തമ്മിൽ. അതിലൊരു ഫീലിങ്സ് ചെയ്തിട്ട് മുകേഷ് ഏട്ടൻ വരെ കരുതുന്നുണ്ട്. അതെങ്ങനെ സ്റ്റേജിലാണ് ചെയ്തത്? സ്റ്റേജിലല്ല, സെൽമി ആൻസർ എന്ന് പറഞ്ഞ പരിപാടി. അത് ചെറിയൊരു സംഭവം ചെയ്യും. അതായത് അയാളും ഞാനും തമ്മിൽ കുട്ടിയെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കുമ്പോൾ പൃഥ്വിരാജ് ചേട്ടൻ പറയില്ല നോക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ മണിച്ചേട്ടൻ പറയല്ലേ ഒരു കാല് പിടിച്ചിട്ടുള്ള സാധനം, അത് ചെറുതായിട്ട് എന്തെങ്കിലും അങ്ങനെ അങ്ങനെ പറയലേ സാറേ. എനിക്കും ഇവൾക്ക് വേറെ ആരുമില്ല. ഒരുപാട് അസുഖങ്ങളുള്ള എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ എന്നോട് ഓർക്കണേ, എന്നോട് ഓർക്കണേ. ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കാം, സാറിന്റെ കാല് പിടിക്കാം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര വലിയ കലാകാരനാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോമഡി സ്റ്റാർസ്, ബമ്പർ ചിരി, 1 കോടി അവിടെയൊക്കെ പരിപാടിയിലൊക്കെ പോയി സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എനിക്ക് നല്ലൊരു ഭാവി ഉണ്ട്, ആ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നല്ല അവസരങ്ങൾ എനിക്ക് കിട്ടുന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ പറയട്ടെ, ഇവിടെ ഞാൻ ഒരുപാട് ചോദിച്ചു കൊണ്ടുപോയി. കാരണം എന്താ വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക സോഷ്യൽ മീഡിയയിലേക്ക് നിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം കൊണ്ട് നിൽക്കുക. കാരണം എല്ലാവരും മനസ്സിലുണ്ട് ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ സിനിമയില് ഞങ്ങള് റിവ്യൂ പറയാൻ വേണ്ടി വിളിക്കാറുണ്ട്, സിനിമ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വിളിക്കാറുണ്ട്. പക്ഷെ ആ സിനിമയിൽ അടുത്ത സിനിമയിൽ ചാൻസ് ഉണ്ടെന്ന് ചിലർ പേര് ഞാൻ പറയുന്നില്ല, ചില സംവിധായകർ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുണ്ട്. ആ പടം തുടങ്ങി കഴിയുമ്പോഴായിരിക്കും അടുത്ത പടം വന്നു കയറിയിട്ട്. ഒരു സിനിമ RDX എന്ന് പറയുന്ന മൂവി, RDX ആ സിനിമയില് ലാസ്റ്റ് സീനില് കത്തി താഴേക്ക് പോകും. ആ സിനിമ കണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഈ കത്തി താഴേക്ക് ഒരു വില്ലന്റെ കയ്യിൽ ചാടി പോകുമ്പോ ആ വില്ലനെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടം വരെ കൊണ്ടുവരുന്ന സീനുണ്ട്. ഇപ്പൊ ഈ പടം പ്ലേ ചെയ്താലും കാണാൻ പറ്റും. ഇവിടം വരെ വന്ന ആ തല കാണിക്കാത്ത വില്ലൻ ഞാനാണ്. അതെല്ലാം ഞാൻ നോക്കിയപ്പോ എല്ലാം കറക്റ്റ് ആണ്. ഞാൻ നഹാസ് എന്ന് പറഞ്ഞ ആളാണ് എന്റെ ഡയറക്ടർ. ഇപ്പൊ ദുൽഖറിനെ വെച്ചൊരു പടം ചെയ്തേക്കുന്നത്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അത് എന്താ പറയാ, ഞാൻ പുള്ളിനെ പടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ച് പുള്ളി സോറി ഞാനല്ല എഡിറ്റ് ചെയ്ത ആളുടെ കുഴപ്പമെന്ന് പറഞ്ഞു, അടുത്ത പടത്തിൽ എന്തെങ്കിലും തരാന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ, അതൊക്കെ നല്ല രീതിയിലാണ്. എനിക്ക് അടുത്ത പടത്തിൽ വേണ്ടത്. പക്ഷെ ജസ്റ്റ് ഫേസ് ഒന്ന് കാണിച്ചായിരുന്നെങ്കിൽ ആ പടം അതുപോലെ ഹിറ്റ് ആയ പടമാണ് RDX. കാരണം എന്റെ ചെരുപ്പ് എന്ന് പറയാൻ എന്റെ ചെരുപ്പ് മാസ്റ്റർ പീസാ, വള്ളിച്ചെരുപ്പാണ്. അതുവരെ ഇവിടെ രജിസ്റ്റർ ജീൻസ് എന്റെ ഒരു ഇടിവള ഇടാറ്, അതും ഇവിടെ വരെ കൊണ്ടുവന്നു. ബാക്കിയില്ലേ എനിക്ക് തൃശ്ശൂർ പൂരത്തില്. പക്ഷെ തൃശ്ശൂർ പൂരത്തിൽ നല്ലൊരു വേഷമായിരുന്നു. ഞാൻ ഡയലോഗ്സ് പറഞ്ഞു, എന്ത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും ചെയ്തിട്ട് ശരിയായി കഴിഞ്ഞപ്പോ ജയസൂര്യ ചേട്ടൻ നോക്കിയപ്പോ അത്ര ഇതായിട്ട് തോന്നില്ല. എന്റെ വേറെ വക്കീലായിട്ട് പിന്നെ ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാടും സാറും വേറൊരു ആളുമാണ് അതിനകത്ത് ചെയ്തത്. നല്ലൊരു വേഷമാണ്. പക്ഷെ എനിക്ക് അവർ എന്നിട്ടും ഒരു വേഷം തന്നു. ഫസ്റ്റ് സീനിലൊരു വില്ലൻ വേഷം എനിക്ക് തൃശ്ശൂർ. പിന്നെ ചാലക്കുടിക്കാരൻ ഞങ്ങള് ഒരു തമിഴിലൊരു തഗ് എന്ന് പറഞ്ഞ മൂവി അത് ഞാൻ പറയുമ്പോ ചിലമാരെ ഭയങ്കര എന്നെ പൊങ്കാല ഇടുക. അതിൽ വിനായകൻ ചേട്ടൻ ഈ പടത്തിൽ ക്യാരക്ടർ ഇല്ല. മറ്റേ ബോബി സിംഹ ചെയ്തിരിക്കുന്ന വേറെ ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. വിനായകൻ ചേട്ടൻ അതിനകത്ത് 3 പേരിൽ ഒരാളായിട്ട് വരുന്ന ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. സാന്ദ്ര അർദ്ധരാത്രിയിൽ 3 പേര് വരുന്നുണ്ടല്ലോ കൊല്ലാനായിട്ട്. അതിൽ വന്നൊരാള് വിനായകൻ ചേട്ടനാണ്. അപ്പൊ ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത് വിനായകൻ ചേട്ടൻ ഒരു വേഷമാണ് ഞാൻ ചെയ്തേക്കണെന്ന്. അപ്പൊ ഇത് പറഞ്ഞ ആൾക്കാർ ഭയങ്കര പൊങ്കാല നടക്കണമെന്നുണ്ട്. മനസ്സിലായില്ലേ? എനിക്കും രക്ഷപ്പെടുന്നതാണ് വലിയൊരു ആഗ്രഹമാണ് സിനിമയിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ്. പിന്നെ മിമിക്രിയിൽ ഞാൻ ചെയ്യുന്നത് മാമക്കോയക്കയുടെ സൗണ്ട് ചെയ്യാറുണ്ട്. അത് മാമക്കോയക്കയുടെ ചെയ്ത് മണിച്ചടം ചെയ്ത് കണ്ടാണ് ഞാൻ പഠിച്ചത്. അദ്ദേഹത്തിന് പൂളുമ മാങ്ങയിലെ ഒരു പാടില്ലേ, എന്നും 16 വയസ്സാണ് എന്നാൽ
ചിന്തയാടൊരു നടപ്പാണ്, വീട്ടിൽ കാസറ്റ് കാണൽ സ്ഥിരമാണ്, നടി ഉണ്ണിമേരി ഇഷ്ടമാണ്, തിരക്കുള്ള ബസ്സിൽ കയറി ഫ്രണ്ടിലാറെ നിൽക്കാറുള്ളൂ, പെമ്പിളേരെ തോണ്ടലൊരു പതിവാണ്, പെമ്പിളേര് കുളിക്കുന്ന കുളിക്കടവിൽ എത്തി നോക്കുന്ന പതിവാണ്, തെക്കേലെ കാതലിക്ക കിളപ്പിലായി ഓള് വിവാത്തു, ഓലക്കൊണ്ട് തലക്കടിച്ചു, ഓന്റെ തല വന്ന് എത്തിമേല് വളപ്പടച്ചു. അപ്പൊ അത് കേട്ടിട്ടാണ് മാമുക്കോയക്കയുടെ സൗണ്ട് പഠിച്ചതും. റാഞ്ചി റാസ്മിക്കിന് അദ്ദേഹത്തിന്റെ വോയിസ് ഉണ്ട്. അല്ല നായിന്റെ മോനെ, നീ അവളെ ഉറച്ചിരിക്കുക, കുറച്ചോടത്ത് നമുക്ക് ഒരാളെ പൈസ തന്നില്ലെങ്കിൽ ഓള് കെട്ടി തൂങ്ങിച്ചാവെന്ന് പറഞ്ഞ ആ വേള പൊന്നു വാലസ്ന, നീ തരാളെ പൈസ അല്ലെ അടുത്ത ആഴ്ച നമ്മൾ കുറച്ച് ആളെ കൂട്ടി വരും, നിന്നെ തല്ലാനോ കൊല്ലാനോ ഒന്നുമല്ല വാലസ്ന, ഞാനിവിടെ കിടന്ന് മയ്യത്തെ എന്റെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരാ വാലസ്ന. അങ്ങനെ സൗണ്ട് നമ്മള് മാമുക്കോയക്കര ചെയ്യാറ്. പിന്നെ പെരുമഴക്കാരൻ എന്ന് പറഞ്ഞ സിനിമയിൽ അതും, പിന്നെ അതുപോലെ ദിലീപന്റെ ഒരു പഴയ ഒരു സിനിമ ഉണ്ടാവില്ല, പിന്നെ അപ്പുറത്തിന്റെ പേര് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മാമുക്കോയക്കാരും വയസ്സിന്റെ കഥാപാത്രം. ആ സിനിമയില് പുള്ളി ഒരു തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കൊച്ചുമോനോട് പറഞ്ഞ ഒരു ഡയലോഗ്സ് ഉണ്ട്. ആ മൂന്നാമത് ഇരിക്കണ ആളാണ് ഒപ്പൂപ്പ, ആ ഫോട്ടോ അല്ലേ അതാണ് ഒപ്പൂപ്പ, ആ മൂന്നാമത് ഇരിക്കണ ആ വെള്ളരിപ്രാവിന്റെ ചെങ്ങാന്. പിന്നെ ഹരിമുരളീരവം മാമുക്കോയ്ക്ക് ആ ഡയലോഗ്സ് പാടിയിരിക്കും, കേൾക്കാൻ പറ്റിപ്പോ അത് ജസ്റ്റ് പാടാം. ഡയലോഗ്സ് ഒന്ന്. സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് നമ്മൾ ചെന്നോട്ട് ഒരു സിംഹത്തിന്റെ മുടയാണ്, സിംഹം പറഞ്ഞു എന്നെങ്കിലും ദക്ഷിണ വെക്കാം, കുറച്ചൊന്നും നമ്മളതിലൊന്നുമില്ല, പിന്നെ പോക്കറ്റ് ഒരു ദക്ഷിണ വെച്ചിട്ട് ഹിന്ദുസ്ഥാനി രാഗത്തിൽ അമ്മ പാടി, ഹരി മുരളീരവം ഹരിത വൃന്ദാവനം മത്തുമൊഴിരാതെ നിന്നെ തേടി, കുറച്ചോനെ ഇപ്പൊ ചങ്ങോട്ട് ചത്തേനെ. അങ്ങനെ കുറെ സാധനങ്ങൾ മാമുക്കോയക്കര ചെയ്യാറുണ്ട്. പിന്നെ പുള്ളി ഒരു കത്തി പിടിച്ചിട്ട് വരുന്ന സാധനം കണ്ടിട്ട് ഇറങ്ങോളാ, ധൈര്യമാണ് ഇറങ്ങി വരാൻ, അല്ലെങ്കിൽ കത്തി കയറ്റും. അപ്പൊ തന്നെ ജയറാമേട്ടൻ വന്ന് പേടിപ്പിക്കും, ആരാന്നൊക്കെ ചെയ്യും. അപ്പൊ പുള്ളി പറഞ്ഞ ഇയാളെ തൊട്ട് കഴിഞ്ഞാൽ കത്തി കയറ്റും, ഇയാളെന്റെ സ്വന്തമാണെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ കുറെ സാധനങ്ങൾ മാമുക്കോയക്കര ദാസന്റെ വിജയം, മോനെ ദാസ, മോനെ വിജയ, ഗബൂർക്ക ദോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ ഒന്നും പറയണ്ട. അങ്ങനെ ഈ മാമുക്കോയക്ക സ്പെഷ്യലിസ്റ്റ് കുറെ ചെയ്യാറുണ്ട്. പിന്നെ കൂടുതലും ചിരി വരുന്ന ഒരു സംഭവം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡർമത്തായ സ്പീക്കിങ്ങിന് ജനാർദ്ദൻ ചേട്ടൻ സംഭവം കുപ്പി കൊണ്ടുവന്നിട്ട് കൊടുക്കൂല. അപ്പൊ പുള്ളി നാടക ആർട്ടിസ്റ്റിനെ നടീനെ തേടി മുകേഷ് ചേട്ടനെ വരില്ല, ഇന്ദ്രൻസേന. അപ്പൊ പുള്ളി ഇങ്ങനെ ഗർവാസി സാസ് ജനാർദ്ദൻ ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് മണത്ത് വീട്, ഇത് ചരത്ത് വേണമെങ്കിലും വിളിക്കാം, അപ്പൊ പൊറത്തപ്പനല്ല തങ്കപ്പൻ, സന്ധ്യാവേ സന്ധ്യാവേ ആരാ വന്നേക്ക് നോക്ക്, പൊറത്തപ്പൻ അപ്പൊ നീ തങ്കപ്പൻ, ഒരു നടി കേട്ട് ശകുന്തള, അടിച്ചൊടിക്കണ അവന്റെ കാല്, അയ്യോ എത്ര കാലല്ല അവരുടെ കാല് തള്ളി ഒടുക്കി, പൊറത്തപ്പനല്ല തങ്കപ്പൻ. ഇതിങ്ങനെ ഇത്രയും ഭയങ്കര കഴിവുള്ള ഒരാളാണ്. ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, അഭിലാഷ് ഇങ്ങനെ നീ ഇവിടെ നിൽക്കണ്ട, നമുക്ക് കുറച്ചും കൂടി. എനിക്ക് കൂടുതൽ സപ്പോർട്ട് സുമേഷ് കുട്ടിലൊക്കെ ഞാൻ പറഞ്ഞു, പുള്ളിയാണ് എന്നെ മിമിക്രിയിലേക്ക് കൊണ്ടുവന്നത്. സുമേഷ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കാരണം നല്ലതും ചീത്തയല്ല. കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന പിന്നെ പുള്ളി അത്ര താല്പര്യമില്ല എന്നോട്, എന്ന് വെച്ചാൽ മിണ്ടും, കാരണം നമ്മള് അത് അറിയാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് എപ്പോഴേക്കും കാണുമ്പോ. അല്ല കുഴപ്പമില്ല, പക്ഷെ എന്നാലും അവനൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം പുള്ളിയാണ് എന്നെ മിമിക്രിയിലേക്ക് കൊണ്ടുവന്നത്. സ്നേഹം കൂടി സുമേഷ് കുട്ടിലൊക്കെ നമ്മൾ നല്ലൊരു സുഹൃത്ത് തന്നെ. പിന്നെ മാഹിൻ മൂവാറ്റുപുഴ, അവൻ എന്റെ കൂടെ പഠിച്ചാണ്, ഇപ്പൊ എന്റെ കൂടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അങ്ങനെ 1-2 കൂട്ടുകാർ നമുക്ക് മെയിൻ ആയിട്ടുണ്ട്, പറയാറുണ്ട്. പിന്നെ നമ്മുടെ ജനാർദ്ദൻ ചേട്ടൻ എന്ന് പറയുമ്പോ ഈ ചില സിനിമകളിലെ കഥ, അനിയഭാവൻ ചേട്ടൻ ഭാവൻ ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ഇല്ലേ, അതായത് ഇന്ദ്രൻസേനോട് പറയേ പിസ്റ്റലടി തുടങ്ങിയ പിന്നെ അടിയോട് അടിയായിരിക്കണം, അതിനുമ്പോ പിസ്റ്റലടിക്കുന്ന മറ്റേ പ്രേമമാരുടെ പിസ്റ്റലടിക്കുമ്പോ അടിയാ മൊത്തം, പിസ്റ്റലടി തുടങ്ങി അടിച്ചു തരത്തടാ. ആ ഒരു വോയിസ് പുള്ളിയുടെ ഭയങ്കര രസമാണ്. പിന്നെ CID ഉണ്ണികൃഷ്ണനിലെ പുള്ളി ഇങ്ങനെ തോക്കൊക്കെ പിടിച്ചിട്ട് ആ കിളിയെ നോക്കി വേണം വെടിവെക്കാൻ. അപ്പൊ ജയറാമേട്ടൻ വെടിവെക്കുമ്പോ എങ്ങനെ മറ്റേ ആടോ ആടിനെ പോയി അപ്പറയാ ആടിന് ഉന്നം പിടിച്ചിരുന്നെങ്കിൽ കിളിക്ക് കൊണ്ടേ. അപ്പൊ അത് പഴയ സിനിമകളിൽ പുള്ളിന് വല്ല ആരുമില്ല, അങ്ങനെ ഇത് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ നടന്മാര് ജഗതി ചേട്ടൻ ഇന്നസെന്റ് കോമ ചെയ്യാറുണ്ട്, രണ്ടുപേരും. ഈ മാവേലി ഡുബു അങ്ങനെ സാധനം ഹെൻഡി ഞാൻ വന്നു മാവേലി മാവേലി കൊമ്മ ഡൂബ
തിരുമേനി ചാരിവിടെയുണ്ട് ചാരി ലേഡീസിന്റെ ഇടയ്ക്കിടന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്ത് പാടിപ്പാട് നടക്കുമല്ലേ. അതെനിക്ക് ഇഷ്ടായി. കൂടുതൽ ഫോട്ടോ എടുക്കാൻ പോയി താൻ വല്ല വൈറലാവും. ഇങ്ങോട്ട് പാടോ തിരുമേനി, ചാരി ഇവിടെ തന്നെയുണ്ട്. പാതാളം വഴിയാണെങ്കിലും നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, മൊത്തം കട്ടല്ലേ. അങ്ങനൊരു കോമ്പോ സാധനങ്ങൾ ചെയ്യാറുണ്ട്. കുറെ പേർക്ക് നോക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും കഴിവുണ്ടായിട്ട് കുറെ ആൾക്കാർ ഇപ്പൊ നിമിഷ സമയം കൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി പ്ലാൻ പോലും ചെയ്യാതൊക്കെ ഡയലോഗ് ഓർത്ത് വെച്ച് സൗണ്ട് വേരിയേഷൻ ഒക്കെ മാറ്റി പറയുന്നു. അത് വലിയൊരു അതുല്യ കലാകാരനാണ് ആക്ച്വലി ഇരിക്കുന്നതിന്റെ മുന്നിൽ. അതുകൊണ്ടാണ് ഇതിനെ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കമന്റ് ഞാൻ കാണാറുണ്ട്, പിന്നെ ഇതൊക്കെ വിട്ട് അതിലേക്ക് ഒന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ. കാരണം നമ്മുടെ നാട്ടിൽ ഒരു പ്രോഗ്രാം വരുമ്പോൾ പുറമേ നിന്നുള്ള ആൾക്കാരെ വിളിച്ചോണ്ട് അതെ അതെ നമ്മുടെ നാട്ടിലുള്ള ആളോട് പറഞ്ഞിട്ടുണ്ടെന്നറിയാം, എടാ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു പാട്ട് വേണമെങ്കിൽ പാടിക്കണം. അതായത് ഒന്നുമില്ല, പൈസ ഒന്നുമില്ല പറയണത്. ആ സാധനം നമ്മളോട് പറയാണ്, അഭിലാഷ് നീ രണ്ടുപേരും കൂടി ഒരു പ്രോഗ്രാം ചെയ്യും, നിനക്ക് എന്തെങ്കിലും ചില്ലറ തരാം എന്ന് പറയുക. പുറമേ നിന്ന് വല്ല ആൾക്കാർക്ക് പൈസ ഉണ്ടെന്നുണ്ട്. അത് എനിക്ക്, കാരണം ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഗായകനാണ് ഉബൈദ് മൂവാറ്റുപുഴ. ഉബൈദ് മൂവാറ്റുകാർക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, അഭിലാഷ് നമ്മളെ ഒരു പരിപാടിക്ക് വിളിക്കണേ, ആ വാ ഒരവസരമുണ്ട് എന്ന് പറഞ്ഞു. ഇന്നും വളർന്നു വരുന്ന കലാകാരനായിട്ടാണ് വിളിക്കുന്നത്. 50 വയസ്സായാലും വളർന്നു വരാൻ, അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവരും ജീവിക്കാൻ വേണ്ടി നടക്കുന്നതാണ്, മനസ്സിലായില്ലേ. അപ്പൊ ഈ നമുക്ക് ഇപ്പൊ എല്ലാരും പറയും സിനിമയിൽ പോയി നോക്കാൻ പാടുന്നത്, സിനിമയിലൊക്കെ ഓടിക്കിട്ടൊക്കെ എന്തായിരുന്നു, സിനിമയിലൊന്നും ഓടിച്ചെന്നാൽ കിട്ടുന്നില്ല. എത്ര വർഷങ്ങൾ കാത്തിരുന്ന ഒരു ഭാഗ്യത്തിന് കിട്ടുന്നതാണ് ചിലർക്ക്, മനസ്സിലായില്ലേ. ആണല്ലോ. ഞാൻ രസികൻ സിനിമ ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ഷൻ പോയി ആയിരുന്നു. അന്ന് സുരാജ് പെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സുഹൃത്തിനെ എനിക്ക് കിട്ടി. കാരണം അന്ന് ഞാൻ കട്ടക്കാപ്പി പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു കൊടുക്കും. മണപ്പള്ളി ഈ കലൂർ സ്റ്റേഡിയത്തിലാണ് ഷൂട്ട്, തിരുവനന്തപുരം സെറ്റ് ചെയ്താണ് അവിടുത്തെ ഇത്. അബീക്ക ഉണ്ടായിരുന്നു. അബീക്ക, സുരാജ് ചേട്ടനൊക്കെ മമ്മൂക്കാടെ സെറ്റ്, ലാലേട്ടൻ്റെ ആയിട്ട് ദിലീപേട്ടൻ, എങ്ങനെ ഗ്യാങ്ങിന്റെ ഒരു പാടില്ലേ, നീ പാടാടി, ആ പാടൊക്കെ അവിടെയാണ്. അപ്പൊ അന്ന് മൊബൈൽ ഫോൺ ഇല്ലാന്ന് തോന്നുന്നു. ആ കാലത്ത് സുരാജ് ചേട്ടൻ എനിക്ക് നമ്പർ നിന്ന് ലാൻഡ് നമ്പറാന്ന് പറഞ്ഞ് തന്നൊക്കെയാണ് പുള്ളി പോയത്. അത് കഴിഞ്ഞിട്ട് പുള്ളി ക്ലാസ്മേറ്റിലൂടെ പെട്ടെന്ന് കയറിപ്പോ, ക്ലാസ്മേറ്റ് മായാവിയിലൂടെ. പക്ഷെ എനിക്ക് പുള്ളിനെ വർണ്ണത്തിലാശങ്ക എന്ന് പറഞ്ഞ സിനിമയില് അല്ലല്ല, ആ സിനിമയുടെ സെറ്റില് ഞാൻ തൃശ്ശൂര് ഷൂട്ട് ഉണ്ടായിരുന്നു. മറ്റേ കുഞ്ചാക്കോന്റെ പടമല്ലേ, അതിന് പോയപ്പോ ഞാൻ ഈ കേസ് പറഞ്ഞപ്പോ പുള്ളി പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് കാറിനുള്ളിലേക്ക് കയറ്റിട്ട് കടാ എന്നോടാ വിശേഷം എന്ന് ചോദിച്ചു. അത് ഇന്ന് എനിക്ക് വേണമെങ്കിൽ കാണാം, മറ്റേ വനിതാ തിയേറ്റർ അങ്ങനെയുള്ള എപ്പോഴും സുരാജേട്ടൻ വരും സിനിമകളാണ്, നമ്മള് പോകാറില്ല. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഴിഞ്ഞ കാലം ഓർത്തിരിക്കുന്ന ഒരു മനുഷ്യ സുരാജേട്ടൻ, അതിനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്ന് വെച്ചാൽ മറന്നിട്ടില്ല, പുള്ളി വന്ന വഴിയൊന്നും മറന്നില്ല. നാളെ കാണുകയാണെങ്കിലും അഭിലാഷ് എന്ന് പറഞ്ഞ ഒരു അതെന്ന് വെച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ആ പ്രൊഡക്ഷൻ പോയി ആയിരുന്നല്ലോ സിനിമയിൽ. അപ്പൊ ആ ഒരു ബന്ധമാണ് പുള്ളി, മനസ്സിലായി. അതിന്റെ ഇടയ്ക്ക് ഞാൻ മിമിക്രിക്ക് അവതരിപ്പിക്കും. അന്നേരം പുള്ളി ജനാർദ്ദൻ ചേട്ടൻ ഇതുപോലെ നമസ്കാരം എന്ന് പറഞ്ഞ പുള്ളി ഇച്ചിരി കൂടെ ഇത് കൂട്ടിയിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. കലൂരാണ് എന്റെ ഷൂട്ട്. പിന്നെ അതുപോലെ തന്നെ അലൻ ജോസ് പെരേര, അതുപോലെ തന്നെ രേണു സുധി, അങ്ങനെ ആറാട്ടണ്ണൻ, എനിക്കൊരു യൂണിവേഴ്സ് പോലെയാണ് ഇപ്പൊ ആൾക്കാരെ കാണുന്നത്. നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുന്ന, ഒരുപാട് ബാഡ് കമന്റ്സ് വന്നാലും ഇവര് നമ്മുടെ ചിരിപ്പിക്കുന്നുണ്ട് ഒരുപാട് പേര്. ഈ ആറാട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ, കാരണം കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നിൽക്കുമ്പോൾ അമ്മമാരെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ആറാട്ടനെ കൊണ്ട് ഞാൻ നരസിംഹമൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് പുള്ളിയുടെ പട്ടിക്കൂട് ഇവിടെയാണെങ്കിൽ ആ പട്ടിക്കൂടിന്റെ സൈഡിൽ കൂടെ പുള്ളി ജ്ഞാനം ദൈവം നരസിംഹം എന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ പൊങ്ങി വരും. അപ്പൊ പട്ടിക്കഷ്ണം എന്റെ മുകളിൽ കിടക്കും. അത് ആൾക്കാരെ സൂം ചെയ്ത് മറിച്ചിട്ടേക്കോ, ചിരിച്ചിരിച്ച് ഷൂട്ട് ചെയ്യുന്ന കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം വന്ന് എന്നുവെച്ചാൽ പുള്ളി പിന്നെ ലാലേട്ടനായിട്ട് ഇങ്ങനെ തിരിയും. അപ്പൊ ഞാനും ഒരു ലേഡി ആറാട്ടനെ കൂടെ നിൽക്കുക. അപ്പൊ ഞാൻ ചുമ്മാ ഒരു സാധനം അടിച്ചു, നിങ്ങള് ലാലേട്ടനെ കണ്ടിട്ടുണ്ടോ നോക്കിയാ ലേഡികള് ഉണ്ട്, സിനിമയിലെ കണ്ടിട്ടുണ്ട്, ഇപ്പൊ കാണണമെന്ന് നോക്കി. ഇപ്പൊ കാണണമെന്ന് വെച്ചിട്ട് ഞാൻ അണ്ണന്റെ നേരെ ആക്കിയിട്ട് അണ്ണാ മാസ്റ്റർ പീസ് എടുക്കാൻ പറയും. പുള്ളി ഇങ്ങനെ ചെരിഞ്ഞൊരു വര വരും, ഇങ്ങനെ കറങ്ങി വരും. അണ്ണൊന്നും തൊങ്കണ്ണാന്ന് പറയുമ്പോൾ തൊങ്കി വരും. പക്ഷെ പുള്ളി ചെയ്യണ പുള്ളിക്ക് അറിയാതെ, പുള്ളിക്ക് ബുദ്ധിയുള്ള ആള് തന്നെയാണ് പുള്ളി. ഇങ്ങനെ ചെയ്താലാണ് ആളുകൾ അറിയുള്ളൂ, അല്ലെങ്കിൽ ആളുകൾ ചിരിക്കുള്ളൂ എന്ന് പുള്ളിക്ക് നല്ല വിവരം വിദ്യാഭ്യാസം ഉണ്ട്. പുള്ളി ഇതില്ലാത്ത ആക്ട് ചെയ്യുന്നതാണ്, മനസ്സിലായില്ലേ. പകൽ മുഴുവൻ നമ്മളായിട്ട് കമ്പനി വിട്ട് വൈകിട്ട് പോയിട്ട് ഞങ്ങളെ തിരുവിടി, പകൽ മുഴുവൻ ഭയങ്കര കമ്പനി, രാത്രി എന്നിട്ട് എങ്ങനെയായിട്ട് തിരുവിടി. അപ്പൊ പുള്ളിക്കാരെ പുള്ളിയെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറയേണ്ടത് എടാ കണ്ടന്റ് ആട്ടോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ചില കാര്യങ്ങൾ പുള്ളി പറഞ്ഞതിന് യോജിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ പല കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞില്ല. പുള്ളിയുടെ പേജിൽ പുള്ളി ഇടുന്നു, അതിനുള്ള നേരം പുള്ളി പച്ചക്ക് കേൾക്കുന്നുണ്ട്. രസമാണ് ഇവരുടെയൊക്കെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പൊ പെരേരയാണെങ്കിലും ഒരു തമാശയും ആളുകൾ ചിരിക്കാന്നുള്ള രീതിയിലാണ്.
മനസ്സിലായി. ഇപ്പൊ ഞാനിപ്പോ അവരുടെ ഒരു പ്രത്യേകത ചോദിക്കുകയാണ്. ഇപ്പൊ പെരേര എന്ന് പറയുമ്പോ എന്താ പ്രത്യേകത? അലൻ ജോസ് പെരേരയുടെ പ്രത്യേകത എന്താണ്? കുറെ ആളുടെ പരിചയം ഉണ്ടല്ലോ. പെരേരയ്ക്ക് പ്രത്യേകത എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. പുള്ളി ഇപ്പൊ എന്ത് ചെയ്താലും പുള്ളിക്ക് റീച്ചാണ്, വൈറലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മലപ്പുറം കല്യാണത്തിന് പോയായിരുന്നു പുള്ളി. അതെന്താ അതില് വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അവിടെ കുറച്ച് പിള്ളേര് വന്നു, അവര് ചുമ്മാ തമാശക്കെന്ന് കാണിച്ചപ്പോ ഇവന് പെട്ടെന്നൊരു ഇതാവും. ഫോട്ടോ എടുക്കാനായിട്ട് കുറെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എടുപ്പിക്കില്ല. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയാതെ രണ്ടു കുഞ്ഞി പിള്ളേര് വന്നിട്ട് ഫോട്ടോ എടുത്തോട്ട് സമ്മതിച്ചപ്പോ ഞാൻ ഒച്ചെടുത്തു, അതായത് ഫോട്ടോ എല്ലാം എടുക്കണത്. അപ്പൊ എനിക്കത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നു. ഈ കുഞ്ഞി പിള്ളേരൊക്കെ അല്ല, ചില പിള്ളേരുണ്ടല്ലോ, അവരെന്തോ പറഞ്ഞപ്പോ അവന് ഷർട്ടൊക്കെ വലിച്ചു കയറിയ സാധനമാണ്. അത് തന്നെ. അപ്പൊ അത് അവരൊന്നും ചെയ്തതല്ല, അവരെ ആ വീട്ടുകാരൊന്നും ചെയ്തതല്ല. പക്ഷെ പുള്ളി അതെന്തോ പുള്ളിക്കൊരു ചെറിയൊരു പ്രശ്നം പോലെ എന്തൊക്കെയോ ഒരു പ്രശ്നം പോലെ. എന്റെ മാഹിമാനെ ഉണ്ടായിരുന്നു, അവന്റെ കൂടെ പോയത്. അത് വലിച്ച് ഇങ്ങനെ കീറുന്നു. അപ്പൊ അവര് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ കുറെ ചാനലുകാരെടുത്തിട്ട് ഇത് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ അവരടിക്ക് പോകേണ്ടതായിരുന്നു. എന്നെ തലേദിവസം തൊട്ട് മാര് വിളിക്കണേ അവരടി മലപ്പുറത്തിന് പോകാനായിട്ട്. പോയില്ല. രാവിലെ അമ്മാരെ KSRTC ബസും യൂബറും കൂട്ടിയിടിച്ച് അതിന്റെ മകളാണ് വൈറ്റില് വെച്ച് അങ്ങോട്ട് പോണ വഴിക്ക് അതിന് പ്രതികരിക്കുന്ന വീഡിയോ ആണ്. മലപ്പുറത്തേക്ക് പോണതിന് യൂബർ എടുത്തോണ്ടാ പോയത്. അപ്പൊ അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് എന്റെ അടുത്ത് ചോദിച്ചു, കുറെ പേര് ചോദിച്ചായിരുന്നു അങ്ങനെ എന്നെ സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെ അതിനോട് എനിക്ക് ഫോട്ടോ എടുക്കുന്ന പുള്ളിക്ക് ഭയങ്കര അങ്ങനെയുള്ള സംഭവം. പിന്നെ പുള്ളി പോലീസ് വേഷമൊക്കെ എവിടെ വാടക എടുത്ത് ചെയ്യും. സുരേഷ് ഗോപി എന്നൊരു ധാരണയിൽ നിൽക്കും. എന്റെ അടുത്ത് ഓർമ്മയുണ്ടോ ഈ മുഖം എന്നുള്ള ഡയലോഗ്സ് പറയും. പിന്നെ ഞങ്ങൾ രണ്ട് സിനിമ ചെയ്തു, ഗുലാന്റെ തട്ടുകട, ചോല വിസ്കി. ഗുലാന്റെ തട്ടുകട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ പൊന്നുരുന്നി എന്ന് പറഞ്ഞ സ്ഥലമില്ല, അവിടെയാണ് ഷൂട്ട് പോകുന്നത്. അതിന് നല്ലൊരു വേഷം എനിക്ക് ചെയ്യാൻ പറ്റി, ജാഫർ ഇക്കാടെ കൂടെ. ചോല വിസ്കിയില് അതുപോലെ തന്നെ റിയാസ് മുഹമ്മദ് നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ പടത്തിൽ എനിക്ക് നല്ല വേഷം ചെയ്തു. അതായത് എനിക്കിപ്പോ റിലീസിനായിട്ട്. പിന്നെ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈ ഒരുപാട് സുഹൃത്തുക്കളോട് നമ്മൾ സിനിമാ മേഖലയിലെ അവസരങ്ങൾ ചോദിക്കുമ്പോൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്രയോ പേര് ചോദിക്കുന്നുണ്ടെന്ന് പറയും, നാളെ തരാം അല്ലെങ്കിൽ പിന്നെ തരാന്നൊക്കെ പറഞ്ഞില്ല, പറ്റിക്കുന്ന പരിപാടിയാണ്. അതിനോടൊന്നും നല്ല വിഷമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ബാക്കപ്പ് എന്തായാലും ഇങ്ങനെ നമ്മൾ ഈ കോമഡിത്തരം അല്ലെങ്കിൽ ഇങ്ങനെ തമാശകൾ ആൾക്കാരെ ചിരിപ്പിക്കുകയാണെങ്കിൽ കോമന്റുകൾ കാണുന്ന മനുഷ്യനാണ്. തീർച്ചയായിട്ടും അതെങ്ങനെ ഡീൽ ചെയ്ത് പോകുന്നു മുന്നോട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ലൈഫ് എന്ന് പറഞ്ഞ ഒറ്റ ലൈഫല്ലേ പറയുള്ളൂ. കുറച്ച് കഴിഞ്ഞ ഇവിടെ നിന്ന് എല്ലാവരും തീർന്നു കൂടെ. അത് ചിന്തിക്കാണ്ട് കുറെ ആൾക്കാര് നമ്മളെല്ലാം തികഞ്ഞ രീതി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും. ആണല്ലോ ഇല്ലേ? ഈ കമന്റ് എഴുതുന്നവർ അവരൊക്കെ എല്ലാം തികഞ്ഞ രീതിയാണെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും. പിന്നെ ചിലവരുടെ സ്നേഹം കാണുമ്പോൾ നമ്മളതിനകത്ത് ഒന്ന് ഇതായി പോകും. അങ്ങനെയുണ്ട്. പിന്നെ ചിലത് വരയ്ക്കുമ്പോൾ സങ്കടം വരും. ചില കമന്റോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്നും ആയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. ഇത്ര കളിച്ചത് നമ്മളൊന്നും ആയില്ലല്ലോ. ചിലവർ പറയും അയാളൊന്നും ആവില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. പിന്നെ രേണുസുധിയെ സപ്പോർട്ട് ചെയ്ത് അറിഞ്ഞാണോ? സങ്കടം കൊണ്ട് ഞാൻ കരഞ്ഞുപോയി. സങ്കടം കൊണ്ട് കരഞ്ഞു. പക്ഷെ എന്നെ കണ്ണീരില്ലെന്ന് കമന്റ് വന്നു. ഈ വേനൽക്കാലത്ത് എവിടെ നിന്ന് കണ്ണീര് വരാനാ? ഈ വേനൽക്കാലം അല്ലേ? ഞാൻ കുറെ കരഞ്ഞിട്ടും അത്യാവശ്യം കണ്ണീര് വന്നു. കണ്ണീരില്ലാത്തന്നെ തുപ്പനം വെച്ച് വരെ കരഞ്ഞു. മനസ്സിലായി? കണ്ണീര് വരണ്ടേ? അതിനാണ് ഞാൻ തുപ്പലിട്ട് കിടന്നത്. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചു. കാരണം കണ്ണീര് അവിടെ കെട്ടിക്കിടക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട്. രേണുസുധി ഒരു പാവാ. രേണുസുധിയെ കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലിരിക്കുന്ന വീട്ടന്മാര് എന്തിനാണ് ഈ കമന്റ് ഉള്ളത്? അതിന് വല്ല കാര്യമുണ്ടോ? ഇന്നാലും പ്രശ്നം ഉണ്ടായി. ഒരു ചേട്ടൻ എഴുതിയേക്കുക, രേണുസുധി കുറ്റം പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് കഞ്ഞിയിൽ ഉപ്പ് കിട്ടില്ല എന്ന്, ഒരു വീട്ടമ്മ ഇട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ചാൽ സാമ്പാർ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം കണ്ട് അവിയിലെ മാറിപ്പോയി. ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. രേണുസുധി ഇപ്പൊ എവിടെ തമിഴ്നാട്ടിൽ വരെ 10,000 അല്ല 1 കോടി ആൾക്കാർ ഫാൻസ് ആയി തമിഴ്നാട്ടുകാര്. ഇനി സിനിമ തുടങ്ങൂലേ തമിഴ്നാട്ടിൽ പടം? തമിഴ്നാട്ടില് പടം തുടങ്ങുമ്പോ പണ്ടൊക്കെ രജനീകാന്തിനെ കാണിച്ചിട്ടുണ്ട്, ഇനിയിപ്പോ രേണുസുധിയുടെ പടം കാണിക്കും. അങ്ങനെ ഇത് വന്നേക്കണം, ഫാൻസുകാർ വന്നേക്കണം. ഇനി കമന്റ് ഇടുന്ന ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വരും മടിയും പത്തിലൊക്കെ ആയിട്ട്. അവിടെ സൂക്ഷിച്ചു വേണം രേണുസുധിക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് ചിരിക്കാൻ പറ്റി. അതിന്റെ ഒരു കലാകാരൻ രീതിക്ക് അത് കാണാൻ എനിക്ക് മണിച്ചേട്ടന്റെ ഒരു പാട്ട് ഞാൻ ചോദിക്കാൻ മണിച്ചേട്ടന്റെ പാട്ട് പാടി നമുക്ക് അവസാനിപ്പിക്കും. അതിന് മറ്റേ 2 സ്റ്റാറും കൂടെ ഞാൻ ചെയ്യാം ചെയ്തില്ല. അപ്പൊ ഈ നമ്മുടെ നമ്മുടെ ഈ MS പണത്തിറച്ചേണ്ട സൗണ്ട് ഞാൻ ചില പേര് ചെയ്യാണ്. ചെയ്ത് കഴിയുമ്പോൾ 1 കിൻഡൽ സൗണ്ട് അങ്ങ് പോകും.
പോവും അധികം സൗണ്ട് അതായത് പോവും. സ്ട്രീം അങ്ങനെ ഞാൻ ചെയ്യും. ഗുരുവായൂരപ്പ എല്ലാരും പറഞ്ഞു ഒരു പാട്ട് പാടാൻ, ഞാനൊരു പാട്ട് പാടി. മുക്കാവുനായില്ല. ആ ശിവ ശിവ. പിന്നെ ഒന്ന് കൈയടിക്കാട്ടോ. ഞാൻ പോലെ എന്താണ് പ്രത്യേകത ഇങ്ങനെ വരച്ചു വെച്ചാണ് സംഭവം? ടാറ്റു ആണോ? അത് ചെറുപ്പം മുതൽ ആഗ്രഹം തോന്നി. ചെറുപ്പത്തിൽ വരച്ചാണോ? അല്ല, 2 വർഷമായി. 18 വയസ്സ് ആയിട്ട് അതിന് ശേഷം കുത്തിയതാ. നന്നായിട്ട്. താങ്ക് യു. ഇതൊക്കെ ആൾക്കാർ കണ്ണു നോക്കി കേട്ടോ സത്യം. പിന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ, അദ്ദേഹം എന്ന് പറഞ്ഞു കഴിയുമ്പോ ഒരു ചെറിയൊരു വോയിസിൽ മാന്യ പ്രേക്ഷകർക്ക് കോമഡി സ്റ്റാർസിലേക്ക് സ്വാഗതം. ഇന്ന് നോബി നെൽസൺ ചെയ്ത സ്കിറ്റ് അടിപൊളിയായിരുന്നു. ഇനിയും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യണം. ഏറ്റവും കൂടുതൽ കൈയടി കൊടുക്കേണ്ടത് ഇവിടെ ഓഡിയൻസിനാണ്. അതുകൊണ്ട് നല്ലൊരു കൈയടി ഓഡിയൻസിന് കൊടുക്കാം. ഇങ്ങനെയാണ്. അപ്പൊ മണിച്ചേട്ടന്റെ പാട്ട് പാടി പഠിക്കാം. മണിച്ചേട്ടൻ പാടുന്ന ഈ സെന്റിസ് ആണല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ വാക്ക്. മുമ്പായി കൊച്ചമ്മ പാട്ട് ചോറ് ചോച്ചപ്പോ അമ്മ കീറ് തന്നച്ചോ, കീറ് കിട്ടിപ്പോ എന്റെ പ്രാണം പോയച്ചോ. അച്ഛനെ വേണ്ടേടി നിനക്ക് അത്തായം വേണ്ടേടി, അത്തായം വേണ്ട എനിക്ക് പൊന്നെ അച്ഛനെ മാത്രം മതി. വൈക്കുച്ചാണ്ട് പാണം കത്തടുമാ പഴല പൊട്ടിച്ചി പാപ്പണ്ടാക്കിടുമാ. പിന്നെ മണിച്ചേണ്ട എന്ന് പറയുമ്പോ ഒരു ചക്കക്കുരിപ്പാട്ടുണ്ട്, അത് കൂടി തരാം. ചക്കക്കുരിപ്പാട്ട് ഒരു കൊച്ചിന്റെ ഒരു ഇതില്ലേ, തൊണ്ട കുടുങ്ങി കുട്ടി മരിച്ച് മരണപ്പെടും. അതിനുശേഷം മണിച്ചേണ്ടൻ പാടുന്ന ഒരു പാട്ട്. തെക്കേപ്പുറത്തെ പ്ലാവും എൻ്റെ ഒപ്പെ വരിക്ക ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോൾ തേങ്ങിടുന്നോപ്പേ. ചക്കാമുറത്തിലതിട്ട് പൊന്നുണ്ണീനെ തോളിലതിട്ട് മൊളിപ്പാട്ട് പാടിയ നേരം ഉണ്ണി ഉറങ്ങി. ആ ഉറക്കം പൊന്നും കട്ടെ സഹിച്ചൂട്ടാ, അച്ഛനല്ലേ താവർന്നതുണ്ണി പൊന്നുണ്ണി നീ കണ്ണു തുറക്ക്. ഏറെ നേർച്ച നേർന്നിട്ട് കിട്ടിയ മുത്തല്ലടാ പൊന്നെ, എന്തു കീടപ്പാണമ്മയ്ക്ക് കണ്ടുകൂട്ടാ. തെക്കേപ്പുറത്തെ പ്ലാവും എൻ്റെ ഒപ്പെ വരിക്ക ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോൾ തേങ്ങിടുന്നോപ്പേ. മണിച്ചേട്ടനെ ഫീൽ ചെയ്യണ്ടോ? പിന്നില്ലേ മണിച്ചേട്ടൻ മരിച്ചപ്പോൾ എങ്ങനെ ഉണ്ടാവും? നിങ്ങള് തൃശ്ശൂർകാരല്ലേ, പോയതോ? പോയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും മണിച്ചേട്ടൻ മരണപ്പെടുന്നതിന് മുമ്പ് ഒരു പാട്ട് ഇറങ്ങി, അത് നാവിൻ തുമ്പത്തിരിക്കുന്നു പറഞ്ഞത്. മരണശേഷം ആ പാട്ട് വൈറലായി. നേരെ പടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഇത്തറവാട്ടില് തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിൽ ഉറങ്ങയല്ലോ. എന്തായാലും സന്തോഷം. എന്തായാലും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക നമുക്ക് കേട്ടോ. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഒരു സിനിമയിലോ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല വേഷം ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, നല്ലൊരു അവസരം കിട്ടി നല്ലൊരു സിനിമയില്, അതിനുശേഷം ഈ റീൽസ് ഒക്കെ എടുക്കാം, അതിനുശേഷം നമ്മൾ അതിലേക്ക് പിന്തുടർന്ന് പോകും. നമുക്ക് നല്ല അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനു വേണ്ടിയല്ലേ ഭയ നമ്മള് കഷ്ടപ്പെടുന്നത്. ഞാൻ മാത്രമല്ല, ഇവിടെ സിനിമയ്ക്ക് കഥ എഴുതുന്നവര്, സിനിമ അഭിനയിക്കാൻ പോകുന്നവർ ഒരുപാട് പേര് ജീവിതം മാറ്റിവെച്ച് ഒന്നും ആവാത്തവർ വരെയുണ്ട് ഭയ ഇവിടെ, ഇല്ലേ? എത്രയോ എല്ലാവരുടെ മനസ്സിലുണ്ട് ആഗ്രഹങ്ങൾ എന്തെങ്കിലും ആയിത്തീരുന്നത്. ഒന്നും ആവാത്തവരാണ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല അവസരങ്ങൾ കിട്ടട്ടെ. സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. കുറ്റം പറയാനും തെറി വിളിക്കാനും മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. തെറി വിളിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടുകാരെയൊക്കെ ഒഴിവാക്കി തെറി വിളിക്കാന്നാണ് എനിക്ക് പറയാം. കാരണം എനിക്ക് മാത്രമല്ല, സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാവർക്കും തെറിവിളിയുണ്ട്, മനസ്സിലായില്ല. ചിലർ മൈൻഡ് പോലെ ചെയ്യാൻ പോകാറുണ്ട്. ഏത് മേഖല നല്ല ചെയ്യുന്നവർക്ക് ചീത്ത ചെയ്യുന്നവർക്കും. അച്ചായന്റെ കേസ് തന്നെ അറിയാലോ, അദ്ദേഹം ഈയിടെ വന്നപ്പോ നല്ല കമന്റ്, കഴിഞ്ഞ ദിവസം നെഗറ്റീവ് കമന്റ് ആണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല അവസരങ്ങൾ കിട്ടട്ടെ. സന്തോഷം. നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ട് അതിന്റെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി. എൻജോയ് ചെയ്തു, അടിപൊളി. ഓക്കെ, താങ്ക് യു.